വോട്ടവകാശം എന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമോ അവർ നൽകുന്ന പെൻഷന് പകരമുള്ള പ്രത്യുപകാരമോ അല്ല. അത് ഓരോ പൗരന്റെയും വ്യക്തിപരമായ തീരുമാനമാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശം കൂടിയാണത്. ഇന്ന് പെൻഷൻ തന്നവർക്ക് നാളെ വോട്ട് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ ജനാധിപത്യത്തിലെ വോട്ടിന്റെ രഹസ്യ സ്വഭാവത്തെയും തീരുമാനമെടുക്കാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. ഈ നിലപാട് ജനങ്ങളെ കേവലം ഒരു വോട്ട് ബാങ്കായി മാത്രം കാണുന്ന രാഷ്ട്രീയ സമീപനത്തിന്റെ പ്രതിഫലനമാണ്. ജനാധിപത്യത്തിൽ വോട്ടർമാർക്ക് ഭരണകൂടത്തെ നിലനിർത്തുവാനും തിരുത്തുവാനും പുറത്താക്കാനും അവകാശമുണ്ട്. പെൻഷൻ വാങ്ങിയ ശേഷം നമുക്കിട്ട് വെച്ചു എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ പരമാധികാരത്തെ അംഗീകരിക്കാൻ ഭരണകൂടം മടിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. അവസാനമായി രാഷ്ട്രീയ നേതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്ഷേമ പദ്ധതികളെയും വികസനത്തെയും ചൂണ്ടിക്കാട്ടി ജനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് പകരം എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. നല്ല ഒന്നാന്തരം പെൻഷൻ മേടിച്ചിട്ട് ഭംഗിയായി ശാപ്പാടും കഴിച്ച ശേഷം നമുക്കിട്ട് വെച്ചു എന്ന ഈ പരാമർശം ഭരണവർഗം ജനങ്ങളോടുള്ള സമീപനം മാറ്റേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഞങ്ങളുടെ അവകാശം നിങ്ങളുടെ ഔദാര്യമല്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് വോട്ടർമാർക്ക് അവരുടേതായ ചിന്തകളുണ്ട്, വിലയിരുത്തലുകളുമുണ്ട്. അതിനെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.